ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റയിലൊക്കെ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കണില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല. നല്ല ആളുകളുണ്ട്, വളരെ നല്ല ആളുകളുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല. അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുള്ളിടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ ഇട്ട് തിരിച്ചു വിടാത്ത വിധത്തിലാക്കില്ല, കപ്പൽ കയറ്റി വിടാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അത് കാരണം എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്നു. ഞാൻ അത്ര കണ്ട് ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എവിടേക്കോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല. കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട്, എടുത്തടിച്ചങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്, എൻ്റെ വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം 6.5% മറ്റാണ് എല്ലാ സ്ഥലത്തും കൂടിയിട്ടില്ല. ഇപ്പോൾ ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത്. BJPക്ക് ഓരോ പ്രാവശ്യം വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൂടും. ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു, ആദ്യത്തെ താമര എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അങ്ങനെ താമരകൾ വിരിയട്ടെ. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്തു. എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി, ശരിയാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അച്ഛനും അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ്. ഞാൻ ഇപ്പോഴും പറയും, എനിക്കിവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്, അത് അവരാണ് എന്നെ ആലോചിക്കേണ്ടത്. എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത്.